അല്ല അവിടെ ആരന്വേഷിച്ച? അവിടെ ഈ പല്ലാവൂർ ദേവനാരായണൻ ഈ തായമ്പ പള്ളിപ്പെരുന്നാളിനാ. പല്ലാവൂര് ദേവനാരായണൻ അതെ അതെ എന്ന് പറഞ്ഞിട്ടൊരു ചെണ്ടക്കാരൻ. അല്ല ഇനി പല്ലാവൂര് അപ്പുമാരാരറ്റായിരിക്കോ? അത് തന്നെ. ഓ, അപ്പുമാരാര് തന്നെ. അതിന് അപ്പുമാരൊക്കെ മരിച്ചു പോയില്ലേ? മരിച്ചുവോ? പിന്നെ ഹലോ. ഐ, ഇതെന്തോടുന്ന സാധനം? ഇതാണ് എന്റെ അഞ്ജലിയുടെ കൈപ്പുണ്യം എന്ന് പറയുന്നത്. ഒരു പീസ് എടുത്ത് വായിൽ വെച്ചോളൂ, കണ്ണാന്നറിഞ്ഞാണ്ട. അതേ സത്യത്തിൽ എന്താ വെറുതെ പിടിച്ചതല്ലേ? അതേ അഞ്ജലി, നീ കാര്യം അറിഞ്ഞിട്ട് ചോര കുടിക്കട്ടെ. മാതാവാണ് ഞാൻ പറഞ്ഞേ. പേരാകെ കൺഫ്യൂഷൻ ആയല്ലോ. ഹലോ, എടാ ഈ മാരാരുടെ പേരെന്തുവാ? അത് ശരിയാ, അങ്ങനെ പറ. മാരാരെ അല്ല, ചാക്യാരിയാ വേണ്ടത്. അല്ല, നിങ്ങൾക്ക് മാരാരെയാണോ വേണ്ടത്, ചാക്യാരെയാണോ വേണ്ടത്? അതാദ്യം ഉറപ്പിച്ചു. ചാക്യാര്. ഈ അച്ചുണ്ണി ചാക്യാരുടെ വീട് എവിടെയാ? അച്ചുണ്ണി ചാക്യാരുടെ ഭാര്യ വീട് കൂനത്തറിയായിരുന്നു. കുട്ടിക്ക് ഇൻഷുണ്ടാവും. വേണ്ട. തിരുമേനി ആലോചിച്ചാ മതി. തിരുമേനി ആലോചിച്ചാ കിട്ടും. അച്ചുണ്ണി ചാക്യാരുടെ വീട് കൊലമരത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവന് കൂടി അവന്റെ ഭാഗം പറയാനുള്ള അവകാശം ഉണ്ടിട്ടാ. നിനക്ക് തോന്നണ്ട ഞാൻ വേറെ പെണ്ണിനെ പിന്നെ അച്ചാര് പറഞ്ഞു ഞാൻ കണ്ടതാരാ? ഇയാളുടെ പ്രേതാ? നീ കഥ തുറന്നേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യം അതുല്ല ഇതുല്ല അമ്മയുടെ ദീക്ഷയില്ലെന്ന് പറഞ്ഞല്ലേ. ഈ പ്രേമോ മഞ്ഞപ്പിത്തം ഒരുപോലെ ആദ്യമൊന്നും അറിയാൻ കഴിയില്ല. അറിയാൻ വൈകിയാലോ അത് രക്തത്തിൽ കലർന്ന് കരളിനൊരു പിടിയാ പിടിക്കും. പിന്നെ നോക്കണ്ട. മഞ്ഞപ്പിത്തത്തിന് കീഴാർന്നല്ലി ബെസ്റ്റാട്ടാ. ആർക്കാ? കപ്പളങ്ങാട്ടപ്പന്റെ കെട്ടിയൊക്കെ പോടാവിടെ. വെറുതെ വിളിക്കുക. വലിയേട്ടാ, ഈ കുഞ്ഞേട്ടന്റെ മനസ്സ് കലങ്ങി മറിഞ്ഞ് ആകെ പണ്ടാരടങ്ങിരിക്കുക. വലിയേട്ടൻ ദേ ആ മുഖത്തേക്കൊന്ന് നോക്കിയേ, സൈക്കിളുണ്ടാ? ഇനി ഇത് വെച്ചോണ്ടിരുന്നാ ശരിയാവില്ല. വലിയേട്ട ഇടപെടണം അല്ലേ? ഇടപെട്ടേ പറ്റൂ. ഈ തങ്കം പോലത്തെ മനസ്സ് വേദനിപ്പിച്ചാണ്ടല്ല ഏത് അപ്സരസായാലും മൂട്ടിലെ തോട്ടിയാ കേട്ടി. ഇവൻ വല്ലേട്ടാ, നമുക്കൊരു 101 ആനയിട്ട് ആ ശാന്തിക്കാരൻ കളവന്റെ ഇല്ലത്ത് നിന്നിട്ട് അക്കടാവനെ ഇങ്ങടെ ഇറക്കി അവിടെ നിന്നാലോ? എന്തിനാ ആന മാത്രമാക്കുന്നേ? ഒരു 101 കഥനയും കൂടെ ആയിക്കോട്ടെ. എവിടുന്ന് വരുന്നതാ? എന്നാ വേണ്ട, ഞാൻ പറഞ്ഞതല്ലോട്ടാ. കൊച്ചേ, ഇതൊന്ന് വീശിയേ. മോനെ, നീ അപ്പം പറയണ കേക്കടാ. എന്തൂട്ട് നീ അവളെങ്ങും മറക്ക. ഒരുമാതിരി ചങ്കിക്കൊള്ളുന്ന വർത്താന പറയരുതിട്ടപ്പ. അപ്പന് ഓർമ്മയുണ്ട, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എനിക്കൊരു മഞ്ഞ പമ്പരം മേടിച്ചു തന്നത്. അതെന്റെ കയ്യിൽ നിന്ന് പോയപ്പോ അപ്പൻ എന്തുട്ടാ പറഞ്ഞേ? മോനെ, മറക്ക്, നിനക്ക് അപ്പം ചുമന്ന ഒരു പമ്പരം മാറ്റാ. അപ്പൊ ഞാൻ കരച്ചില്ല നിർത്തി. അനുസരണമുള്ള കുട്ടിയല്ലേ? പമ്പരം പോലെയാണോ അപ്പ ഇത്? അപ്പനും മോനും കൂടെ പമ്പരം കളിക്ക. എല്ലാം മറക്കാനാണ് അപ്പം മോന് കള്ളൊഴിച്ചു കൊടുത്തത്. ഇപ്പൊ അവൻ കുഴി കിടക്കണതിനടുത്ത് പുറത്തേക്ക് ഇട്ടു. എന്തൊട്ടട ചെക്ക ഇത്? അപ്പ ഈ ഷാപ്പിലെ കള്ള് മുഴുവൻ കുടിച്ചു തീർത്താലും അവളെന്റെ മനസ്സിൽ നിന്നാ പോവില്ല അപ്പ. ബിക്കോസ് ഐ ലവ് യു. ഐ ലവ് യു. വല്ലേട്ടാ, നമ്മുടെ കുഞ്ഞിന് നല്ല വിഷമമുണ്ട്. നമ്മൾ ഇടപെട്ടേ പറ്റൂ. അതെ തമകുഞ്ഞെ, മോനെ, മക്കളെ, നീ നേരിട്ട് സംസാരിച്ച അവിടെ പിണക്കം മാറുവോ? അതിനവളാ ഒന്ന് നിന്ന് തരണ്ടേ. ഇതൊരു വാക്കാ സംസാരിക്കാൻ പറ്റില്ല. കുഞ്ഞുങ്ങളെ കണ്ടല്ലേ, ഒരു 10 മിനിറ്റ് അഞ്ജലിനെ കയ്യിലാ കിട്ടിയാണ്ടല്ലേ അവളുടെ പിണക്കല്ല മാറ്റിയെടുക്കും. പക്ഷെ സാധനത്തിന് കിട്ടണ്ടേ. വല്ലേട്ടാ, കേട്ടല്ലോ, നമ്മുടെ കുഞ്ഞിന് അവളെ ഒരു 10 മിനിറ്റ് ഒറ്റയ്ക്ക് കിട്ടണം. ഇന്ന് തന്നെ കിട്ടണം. എന്താ നമ്മൾ വിചാരിച്ച നടക്കത്തില്ലയോ? മതമിളകി വരുന്ന ഒറ്റക്കൊമ്മനെ ചൂണ്ടുവിരലുകൊണ്ട് കുരിശു വരപ്പിക്കുന്ന വല്യേട്ടൻ വിചാരിച്ച ഈ നിസ്സാര കാര്യം നടക്കത്തില്ലയോ വല്യേട്ടാ? ഇല്ലേ വണ്ടി എടുക്കടാ. ചവിട്ട്. ആരെങ്കിലും ചോദിച്ച ഗന്ധർവന്മാരാണെന്ന് പറഞ്ഞാ മതി.
അഞ്ജലി, നീ എന്നോട് പുറത്തെങ്കി ഈ നടയൊന്ന് തുറക്കുവോ? തുറന്നോ? അഞ്ജലി, നിന്റെ കാല് അതെന്ത് ഇങ്ങനെ? അഞ്ജലി അല്ലടാ ചുണ്ടലി. അപ്പന്റെ തുണി പൊക്കുന്നോടാ. അടി. പറ വല്യേട്ടാ. അപ്പനും കുഞ്ഞങ്ങളും കൂടി വാതിലാ തുറന്ന് മക്കൾ അകത്തേക്ക് കയറ. ക്രാവിനെ പൊക്ക വണ്ടിയിലേക്ക് ഇടാ. വണ്ടി വിട. അത്ര തന്നെ. അപ്പൊ നമ്മള് തട്ടിക്കൊണ്ടുപോവാ. ഓടാ അവിടുന്ന്. വണ്ടി നമ്മൾ ഏകാന്തമായ ഒരു സ്ഥലത്ത് കൊണ്ടു നിർത്തുന്നു. വാച്ച് നോക്കി കൃത്യം 10 മിനിറ്റ് ഇവർ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങൾ ഒത്തുതീർപ്പിലാകുന്നു. പെണ്ണിനെ കൊണ്ടുപോയാൽ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് കിടത്തുന്നു. നമ്മൾ വണ്ടി വിടുന്നു. എന്താ വല്യേട്ടാ? ആ അത് എങ്ങോട്ടാ? നേരെ നേരെ. അകത്ത് കേറുന്നതൊക്കെ കൊള്ളാം. ഡീസന്റ് ആയിരിക്കണം. അപ്പന് പേര് ദോഷം കേൾപ്പിക്കും. എടാ ഇങ്ങോട്ട് വരാൻ. ഫിറ്റാ. ഇതേതാ ഈ താടി വെച്ച കള്ളി? ഇന്നലത്തെ അടി കുറച്ച് കടുപ്പായിട്ടപ്പാ. ഓ, അതിന്റെ കൂട്ടത്തിലൊരു ഉടുക്കലത്തെ സോപ്പനും. നമ്മളെ അഞ്ജലിയുടെ വീട്ടിൽ പോയി അവളെ പൊക്കി പൊള്ളാച്ചിക്കാ പോയിന്ന്.